ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പണത്തിനും സ്വർണത്തിനും വേണ്ടി കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവരുണ്ട്. കൊച്ചി മുനമ്പത്ത് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സുഹൃത്താണ്. പള്ളിപ്പുറം സ്വദേശി സനീഷാണ് കവർച്ചയ്ക്കിടെ കൊല നടത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊല്ലപ്പെട്ട സ്മിനേഷിന്റെ മാലയും മോതിരവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചതാണ്. ഒടുവിൽ കേസിന്റെ അന്വേഷണം സുഹൃത്ത് സനീഷിലേക്ക് എത്തുകയായിരുന്നു. മുനമ്പം സ്വദേശി മിനേഷിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ കാർ പോർച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് സുഹൃത്ത് വന്നപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്. തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. കൊല്ലപ്പെട്ട സ്മിനേഷിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും ഒരു മോതിരവും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിരുന്നു. മോഷ്ടശ്രമമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ചോദ്യം ചെയ്യലിൽ പ്രതി സനീഷ് കുറ്റം സമ്മതിച്ചു. സ്മിനേഷിന്റെ ശരീരത്തിലുള്ള സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി മൊഴി നൽകി. കൊലപാതകം നടന്ന മുനമ്പത്തെ ഈ വീട്ടിൽ സ്മിനേഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. സ്കൂൾ അധ്യാപികയായ സ്മിനേഷിന്റെ ഭാര്യ ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. വാരാന്ത്യങ്ങളിൽ സ്മിനേഷ് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഭാര്യ മുനമ്പത്തെ വീട്ടിലേക്ക് വരികയാണ് പതിവ്. പലപ്പോഴും സ്മിനേഷ് വൈകി ജോലി കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അച്ഛനും അമ്മയും അടുത്തു തന്നെയുള്ള സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത്. ജോലി കഴിഞ്ഞ് പറവൂരിലുള്ള സുഹൃത്ത് പ്രജീഷിന്റെ വീട്ടിലെത്തിയ സ്മിനേഷ് വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അവിടെ നിന്നും മുനമ്പത്തെ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് രാവിലെ പതിവായുള്ള ഫോൺ കോൾ കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് സ്മിനേഷിന്റെ വീട്ടിലെത്തി നോക്കിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി.